നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ കളിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കുറേ വട്ടം ക്രിയേറ്റീവിലൊക്കെ കളിച്ചു നോക്കി. ഇതിൻ്റെ കൺട്രോൾ എങ്ങനെയൊക്കെയാണ് കൺട്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ സർവൈവൽ അടുത്ത വീഡിയോ ഞാൻ 5-6 വേൾഡൊക്കെ ആയി. അതായത് റിയൽ മൈൻക്രാഫ്റ്റിനകത്ത് ഞാൻ ക്രിയേറ്റീവിനകത്ത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് ടച്ച് സിസ്റ്റമൊക്കെ ചിലതിനകത്തൊക്കെ ലാഗൊക്കെ എടുക്കുന്നുണ്ടായി. മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കാണുമായിരിക്കും. നമ്മളിന്ന് വിദഗ്ധോമൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റിനകത്താണ്, പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ വിദഗ്ധോമൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ PC മാത്രമേ വിദഗ്ധോമൻ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൊബൈലിലാണ് കളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ടൂൾസൊന്നും കാണത്തില്ലായിരിക്കും. ആ വിദഗ്ധോമൻ്റെ ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കിയില്ല. നോക്കുന്നതിന് മുമ്പ് എടുത്ത് ഞാനങ്ങ് ഡൗൺലോഡാക്കി. ഇത് മറ്റേനെ പോലെ തന്നെയാണ് കൺട്രോൾ, പക്ഷേ എന്തൊക്കെയോ മാറ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 5-6 വേൾഡൊക്കെ ഒന്ന് ക്രാഫ്റ്റ് വേൾഡാക്കി നോക്കി. വിദഗ്ധോമൻ്റെ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സർവൈവൽ ടൂൾസൊക്കെ എത്തിക്കണം. കുറേ ഇങ്ങോട്ട് പോയിട്ട് അവൻ്റെ പവറൊക്കെ ആയാലും കുറേ സമയം എടുക്കും എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിദഗ്ധോമൻ ഉണ്ടാക്കാം. പക്ഷേ ഇന്നത്തെ ബ്ലോക്ക് ഉണ്ടോ അറിയത്തില്ല. മറ്റേ വിദഗ്ധോമനെ ഫോണാക്കുന്ന ബ്ലോക്ക് കാണുവാണെങ്കിൽ രക്ഷയുണ്ട്, കണ്ടില്ലെങ്കിൽ രക്ഷയില്ല. അത്രയ്ക്ക് ജസ്റ്റ് കാണാൻ ചാൻസ് ഇല്ല ഞാൻ കളിക്കുന്നതിനകത്ത്. ഇത് ജാവ എഡിഷനാണ് ബെഡ് റോക്ക് എഡിഷനാണ് ഞാൻ നോക്കില്ല. അപ്പം തന്നെ ഞാൻ അടുത്ത് ഡൗൺലോഡാക്കി. വേഗങ്ങളാണ് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയുള്ള പണിയില്ല. അതിന് നമുക്ക് സർവൈവൽ സീരീസിലേക്ക് കിടക്കാം. ഗോൾസ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിലാക്കാം. മാത്രമേ ഗോളായിട്ടുള്ളൂ, വേറൊന്നുമില്ല ഗോളായിട്ട്. വീട് വെക്കാൻ പറ്റുമെങ്കിൽ വീട് വെക്കാം. മറ്റേനെ പോലെ തന്നെ ഗ്രാഫിക്സ്, പക്ഷേ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ ഇതേപോലെ ഗ്രാഫിക്സ്. PC കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു +ന്റെ ചിഹ്നം കാണും. ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കുറേ മുടിയായിട്ട് നമുക്ക് ഇതിനകത്ത് നൈറ്റ് ആക്കാൻ പറ്റും. രാവിലെ ആണെങ്കിലും നൈറ്റ് ആക്കാനാണ് പറ്റും. നമുക്കൊന്നും കൂടെ രാവിലെ ആക്കാം. എന്തോ പാട്ടുണ്ട്, ആ പാട്ട് ഞാൻ രാത്രിയാകാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മൈൻക്രാഫ്റ്റ് നമ്മൾ ഈ റിയൽ മൈൻക്രാഫ്റ്റ് രാത്രിയാകാൻ വെറും 10 മിനിറ്റ് മതി. ഉച്ചയാകുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത് തന്നെ. പക്ഷേ മറ്റേ ഉള്ള മൈൻക്രാഫ്റ്റിനകത്തൊന്നും അങ്ങനല്ല. കുട്ടപ്പന്മാരൊക്കെ ഇത് കണ്ടല്ലോ. പോകുന്നില്ലോ പേടിയൊന്നുമില്ല. ചിലപ്പോൾ വെള്ളത്തിൽ കളിക്കുന്നവന്മാർ
കളിക്കാൻ ചേർത്തുണ്ട് ചിലപ്പോൾ. അപ്പം ഈ ഒരു ഗവൺമെന്റിലേക്ക് ചിലപ്പോൾ നമ്മൾ മരം ഒരു വരവാണ്, വരം ഒരു മരമാണ്, ഒരു വരം തന്നെയാണ്, ഒരു വരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണെങ്കിൽ ക്രാഫ്റ്റ് എടുത്ത് നോക്കാം. മരം ഒരു വരം തന്നെയായിട്ട് നമ്മൾ മരത്തിൻ്റെ അവിടെ കുഴിച്ച് നോക്കണം. നമുക്ക് ഡയമണ്ട് ഇട്ട് ഈസി ആവുമെന്ന് നിൽക്കുന്നു നോക്കിയപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയമണ്ട് ഇട്ട് ഈസി ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടുന്നതാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് അവിടെ ലൈറ്റിട്ടാകും കോള് വേണം. ലൈറ്റിന് ഫുള്ള് ഇവിടെ വെളിച്ചം ഇട്ടായിരിക്കും. മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കളിക്കണം. ഇതിനകത്ത് 29 രൂപ കൊടുക്കണം. 29 രൂപ എടുത്ത് ഒരു വട്ടം റീഫണ്ട് ആയിട്ട് ഇതിനും കൂടി ചേർത്ത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 30 ആയപ്പോഴാണ് ഇതിന് ഞാൻ ഡൗൺലോഡ് ആക്കിയത്. ഞാൻ പക്ഷേ ഇത് ഈ പൈസ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ തന്നെയാണ് കാര്യം. പക്ഷേ ഫെബ്രുവരിയിലെങ്ങാണ്ടായിരുന്നു എൻ്റെ പൈസ കൊടുത്തത്. പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് മാർച്ച് 30-ാണ്. ജനുവരിയിലായിരുന്നു ഡിസംബറിലാണ്? ഡിസംബറിലാണ്. ഡിസംബർ നമ്മൾ 8 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളത് മറന്ന് ആർട്സ് ബുക്കാർ. അടുത്ത ഗോൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഓരോ ഗോളുകളുണ്ട്. മൈൻക്രാഫ്റ്റ് ഗോളുകൾ റിയൽ ലൈഫ് ഗോളുകളായിട്ടൊന്നും പറയാനില്ല. വീട് ഉണ്ടാക്കാം. ഇവിടെ കറണ്ട് പോയതാണ്. ഞാൻ കറണ്ട് പോവാണെങ്കിൽ പേടിയാണ്. ഇതോ എന്താ അമ്മ ഒരു കാര്യം കണ്ട ഹോസ്പോട്ടാണോ? എനിക്ക് എനിക്ക് കറണ്ട് പോക്കല് പേടിയാണ്. നീ കറണ്ട് പോവാണെങ്കിൽ എവിടെയാണെങ്കിലും പേടിയാണ്. നൈറ്റ് കറണ്ട് പോവാണെങ്കിൽ, രാവിലെ കറണ്ട് പോവാണെങ്കിൽ പേടിയില്ല. നൈറ്റ് കറണ്ട് പോവാണെങ്കിൽ ഞാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. കണക്റ്റാവും, ഇപ്പം കണക്റ്റാവും. ഞാൻ ഇപ്പം ഓണാക്കിയതുള്ളൂ. കറണ്ട് ഇപ്പം കോള് മൈനിങ് ഏരിയ
കോൾ മൈനിങ് ഏരിയ. കോൾ മൈനിങ് വീട് വെക്കണി ഉള്ളത് എങ്ങനെ ഒട്ടും അറിയത്തില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമായി. ഫുഡ് ഇനി കുറേ എത്തും, അത് തീരുമാനമായി. പിന്നെ ഒത്തിരി ബ്ലോക്ക് മാറിയ ശേഷം ഏത് നമുക്ക് ഇവിടെ വീട് ഉണ്ടാക്കാം. ശരി, ഒരു 3 ഇത് മാറിയിട്ടാണെങ്കിൽ അത് ഉണ്ടാക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ തുടങ്ങേണ്ടത്. 3 ബ്ലോക്കിൽ മാറിയത് കാരണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ കടലിൻ്റെ നടുക്ക് വീട് വെക്കാൻ തീരുമാനമാണ്. എനിക്ക് ഇവിടെ അടുത്തൊരു മൈനിങ് ഏരിയ ആണ്. ഞാനിവിടെ അടുത്ത് കുറേ പെട്ടുകയും ചെയ്യും. എനിക്ക് ഇവർക്ക് ശാന്തി സമാധാനം കിട്ടണം. കുഞ്ഞൊരു കുടിലാണെന്നാണ് പൊട്ടിക്ക് അടുത്ത കറണ്ട് പോക്ക്. ഈ കറണ്ട് പോക്കിനെ മാത്രം മേടിച്ചാണ്. ഇവിടെ ഇരിക്കുക. വീണ്ടും രാവിലെ ആക്കാം. അത് സുഖമായ കാര്യത്തിനകത്ത് നമുക്ക് രാവിലെ ആക്കാം, ഡേ ആക്കാം. നമുക്കിന്നത്തെ ഉറങ്ങിയില്ല, നമുക്ക് ഇന്നത്തെ രാവിലെ ആക്കാൻ പറ്റും. അതൊരു ഗോൾ തന്നെയാണ്. അത് ഇൻട്രസ്റ്റ് കൊള്ളാവുന്ന ഒരു കൊണ്ടുവന്നത് ഉണ്ടാവുക. നമ്മളെ റീബിൽഡ് എന്നെ അടിക്കരുത്. ഞാൻ ചെയ്തിട്ടാൽ മതി. നമുക്കപ്പം
പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഷീൽഡിനെ പോലെ ആക്കിയിട്ട് ശേഷം കേട്ടടിക്കാം. എന്ത് മോബിനെയാണെങ്കിലും പിന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. മോബിനെ അടിക്കില്ല. റൈഡേറ്റർ അങ്ങനെ തന്നോ? റൈഡേറ്റർ തന്നോ? ഇല്ല, അവൻ റൈഡേറ്റൊന്നും തന്നില്ല. അവർ എല്ലാവർക്കും അറിയാം നമുക്കൊരു റൈഡൊന്നും ആദ്യം റൈഡേറ്റർ തരാറില്ല. നമുക്ക് ഡോർ തെറ്റാത്ത ഡോറ് പുറകിലത്തെ ഭാഗം നമുക്കൊന്ന് പൊട്ടിക്കാം. റീബിൽഡ് ചെയ്യേണ്ട രാവിലെ റീബിൽഡ് ചെയ്ത് തുടങ്ങി. ഞാൻ മൗസ് ബട്ടണിൽ ഹാക്കറിനെ പോലെ ക്ലിക്ക് ചെയ്ത് ചെറിയ വീഡിയോ നോക്കുന്നത് വലിയ വീടാക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് ആക്കി വെക്കണം. ഈ ഭാഗത്തേക്ക് ചെയ്യാം. ഓ, എനിക്ക് കുഞ്ഞിന്ന പട്ട മാറാൻ ഭയങ്കര പാടാ. കാട് മാറി ഇവിടുന്ന് എനിക്ക് കാട് കാണും. ഇപ്പൊ തിരക്കാനിപ്പോ വരും.
നമുക്കിത് രാവിലെ ആക്കാം, ഒന്നുകൂടെ രാവിലെ ആക്കാം. രാവിലെ ആവുന്നു. ഈ വീട് റീബിൽഡ് ചെയ്യുമ്പോൾ ഒരു സുഖം എപ്പോഴും തോന്നുന്നത് എനിക്ക്. ഈ വീട് റീബിൽഡ് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ നമ്മൾ ഈ കുഞ്ഞു വീടിനെ വലിയ വീട് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടാൽ വീട് കീപ്പറിൽ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും സങ്കടം വരുന്നതാണ്. ഈ ക്രീപ്പറിനെ ഗെയിമിനെടുത്ത് കളയാൻ തന്നെ തോന്നും. ഈ ഗെയിം തുടങ്ങിയപ്പോൾ പക്ഷേ ക്രീപ്പർ ഈ ഗെയിം തുടങ്ങിയപ്പോൾ എൻ്റർമാൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. ചിലവർക്ക് അറിയാം, ഓൾഡായിട്ട് കളിക്കുന്ന പ്ലേസിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് പണ്ട് ഡയമണ്ട് ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നതെന്ന്. ഇത്തിരിയും കൂടെ മരം വെട്ടിക്കൊണ്ടുവന്നായിരുന്നു. വരുവാണെങ്കിലും തീർച്ചയായിട്ടും